യിൽ കൂടെയും ദൈവവചനത്തിൽ കൂടെയും ദൈവകൃപയുടെ ആഴങ്ങളിൽ കൂടെയും നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകും. പാട്ടുകാരൻ പാടിയത് എങ്ങനെയാണ്? എല്ലാ പ്രതികൂലവും മാറിപ്പോകും, ഞാൻ ഒട്ടും പിന്മാറുകയില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ഇന്ന് പകലെ പ്രൈസ് കോഡ് എന്ത് വിഷയം വന്നാലും, എത്ര വലിയ പ്രശ്നം വന്നാലും, പ്രൈസ് കോഡ് ഹല്ലേലൂയ, നാം പ്രൈസ് കോഡ് ഹല്ലേലൂയ പിന്നോട്ട് പോകാനുള്ളവരല്ല, നാമോ പിന്മാറത്തത്തിലേക്ക് പോകാനുള്ളവരല്ല. പക്ഷേ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ളവരാണ്. നാമോ പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. പ്രൈസ് ഗോഡ്. എബ്രായലേഖന കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, നാമോ പിന്മാറ്റത്തിലേക്ക് പോകാനുള്ളവരല്ല, പിന്മാറാനുള്ളവരല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കാനുള്ളവരാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്തോത്രം, ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് ദൈവം നിങ്ങളെ സഹായിക്കുമോ, എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ എന്നൊക്കെയും സംശയിച്ച് വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അവന്റെ വചനം വ്യക്തമായി പറയുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാണ്. ഇവിടെ വന്നിരിക്കുന്ന സകലർക്കും ഇന്ന് രാത്രി അഡ്വക്കേറ്റ് പോൾ മാത്യു പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും എനിക്കറിയത്തില്ല. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് നടത്താൻ തക്കവണ്ണം യേശു സമ്പന്നനാണ്. ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി നിന്റെ മേലും എൻ്റെ മേലും വ്യാപരിക്കുന്നതിന് തടസ്സമായി നിന്നുകൊണ്ട് പോരാടുന്ന എല്ലാ ബന്ധനങ്ങളും അഴിയണം, എല്ലാ പോരുകളും മാറണം, എല്ലാ അടിസ്ഥാനങ്ങൾ കുലുങ്ങണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ ജനം വിടുവിക്കപ്പെടുന്നതിന് തടസ്സമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ മേല് പാട്ടുകാരൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി അധികാരത്തോടെ കൽപ്പിക്ക്, അധികാരത്തോടെ കൽപ്പിക്ക്, അധികാരത്തോടെ കൽപ്പിക്ക്. ആമേൻ. വിശ്വാസത്തിലേക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന നിമിഷത്തിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന വാക്യം എന്താണെന്നറിയാമോ? ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വരുന്ന ആ സെക്കൻഡിൽ അവനെ പ്രൈസ് ഗോഡ് ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന വാക്യം എന്താണെന്നറിയാമോ? അറിയത്തില്ലെങ്കിൽ ശ്രദ്ധിക്കുക. യോഹന്നാൻ 1:12, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എന്തോ കൊടുത്തു? എപ്പോ കിട്ടി? റോമാലേഖനം 10:9. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ആ സെക്കൻഡിൽ ഹൃദയം കൊണ്ട് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് അവനെ ജീവനുള്ള ദൈവത്തെ കൂട്ടത്തിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് വിശ്വസിക്കുന്ന നിമിഷത്തിൽ നീ ഒരു ദൈവ പൈതലായി തീരുമ്പോൾ ആ നിമിഷത്തിൽ നിനക്ക് വന്നു ചേരുന്ന ഒരു അനുഗ്രഹമുണ്ട്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നീ ദൈവ മകൻ എന്നുള്ള അധികാരം. ഇന്ന് രാത്രി ആ അധികാരം പ്രാപിച്ചവരുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തിന്റെ സ്തോത്രം പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അധികാരമാണ് ഇന്ന് രാത്രി നിന്നെയും എന്നെയും വ്യത്യസ്തരാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ അധികാരം പ്രാപിച്ചവരെ കുറിച്ചാണ് മർക്കോസ് എഴുതിയത്. സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ എഴുതിയത്. നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്നുകൂടെ കേട്ടിട്ട് മുന്നോട്ട് പോകാം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. എന്നിട്ട് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്പെടും. അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ആ അധികാരത്തിന്റെ പുറത്ത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഇന്ന് ഞാനൊരു വിശ്വാസിയാണെന്ന് അവൻ നല്ല നിശ്ചയമുള്ളവർക്ക് കരം ഉയർത്തി ഒരു നല്ല സ്തോത്രം പറയാം.
അങ്ങനെയാണ് നിനക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇന്ന് രാത്രി നിന്റെ കൈ കൊണ്ട്, നിന്റെ പ്രാർത്ഥന കൊണ്ട്, നിന്റെ ആരാധന കൊണ്ട് നീ ശാസിക്കുമ്പോൾ പിന്മാറ്റത്തിലേക്ക് പോകാതെ വിശ്വാസത്താൽ മുന്നോട്ട് നിന്നുകൊണ്ട് നിന്നെ എതിരിട്ട് നിൽക്കുന്ന, നിന്നെ തകർക്കുവാൻ നിൽക്കുന്ന ഗോലിയാത്തിനെ പോലെയുള്ള ചില ശക്തികളെ ഇന്ന് രാത്രി ശാസിക്കുമ്പോൾ ഏലാ താഴ്വരയിൽ എങ്ങനെ ഗോലിയാത്ത് കമന്നു വീണു, അതുപോലെ നിന്റെ മുൻപിലേക്ക് കവന്ന് വീണുകയും വാളുകൊണ്ടുമല്ല കുന്തം കൊണ്ടുമല്ല യഹോവ രക്ഷിക്കുന്നത് എന്ന് ദേശമൊക്കെയും അറിയുവാനിടയായിത്തീരും. യുദ്ധം യഹോവയ്ക്കുള്ളത്. ഇന്ന് രാത്രി വിശ്വാസിയെ നിനക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ജയമെടുക്കാനുള്ള അധികാരം ഇന്ന് രാത്രി നിനക്ക് തന്നിട്ടുള്ളത് കൊണ്ട് ഉറക്കെ പറ, എന്റെ ദൈവമേ, ഇന്ന് രാത്രി ഞാൻ ജയമെടുത്തേ പോകൂ. By faith, by faith, by faith. ഫെയ്ത്ത് അകത്തുണ്ടെങ്കിൽ ആരാ? ബിലീവറാണ്, വിശ്വാസിയാണ്. അപ്പം ഇന്ന് രാത്രി ഹല്ലേലൂയ റോമാലേഖനമാണല്ലോ നമ്മുടെ ഈ മാസത്തെ ചിന്താ വിഷയം. ആ ഭാഗത്ത് നിന്നുകൊണ്ട് ചില വിഷയങ്ങൾ നമ്മൾ വിശ്വാസത്തോടനുബന്ധിച്ച് നമ്മൾ നോക്കാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. റോമാലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം. തിരുവഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി അക്കൗണ്ട് ചെയ്തു. അബ്രഹാം വിശ്വസിച്ചപ്പോൾ കണക്കിട്ടെങ്കിൽ നീ ഞാനും വിശ്വസിച്ചപ്പോഴും സ്വർഗത്തിൽ കണക്കിട്ട് കഴിഞ്ഞു. ഉറപ്പുണ്ടോ? എൻ്റെ വിശ്വാസം സ്വർഗം അംഗീകരിച്ചുവെന്ന് ഉറപ്പുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എങ്ങനെ തിരിച്ചറിയും? 4-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ വിശ്വാസത്തെ വിവരിച്ച ശേഷം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എനിക്കും നിനക്കും അത് തിരിച്ചറിയാനുള്ള വചനം എഴുതിയിരിക്കുന്നു. വായിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച വ്യക്തി, വിശ്വാസത്താൽ ദൈവവൈതലായി തീർന്ന വ്യക്തി, വിശ്വാസത്താൽ അധികാരം പ്രാപിച്ച വ്യക്തി അതെങ്ങനെ തിരിച്ചറിയും? എനിക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ, ആമേൻ, ദൈവത്തോട് സമാധാനമുണ്ടെന്ന് ഹൃദയത്തിൽ ആമേൻ അന്തരാത്മാവിൽ ആമേൻ മനസ്സിലാക്കുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ആമേൻ, ഹല്ലേലൂയ. ഈ ദൈവത്തോട് സമാധാനമുണ്ടെന്ന് എങ്ങനെ അറിയും? എനിക്കെൻ്റെ ദൈവത്തോട് സമാധാനമുണ്ടോ എന്ന് എങ്ങനെ അറിയും? പ്രൈസ് ഗോഡ്. അറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു മനുഷ്യനും പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ വരുമ്പോൾ, ഒരു മനുഷ്യനും സഹായിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ വരുമ്പോൾ, കോടതിയിൽ പോയാലും രക്ഷയില്ല, പോലീസ് സ്റ്റേഷനിൽ പോയാലും രക്ഷയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ന്യായം കിട്ടാതെ പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അല്ല, ആസ്പത്രികളിലേക്ക് കയറി ഇറങ്ങിയിട്ട് അവൻ വിടുതലില്ല എന്ന് കേൾക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അല്ല, പ്രൈസ് ഗോഡ്, നിന്റെ അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം ഒരു മനുഷ്യനും നിനക്ക് അനുകൂലമല്ല എന്ന് കേട്ടാൽ ദൈവത്തിന് സ്തോത്രം. നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ടോ? ആരെല്ലാം കൈവിട്ടാലും എന്നെ കൈവിടാത്ത ഒരു യേശുവുണ്ട്. ആ ബോധം നിന്നെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് നിനക്ക് സമാധാനമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി 2-ാമത്തെ കാര്യം ഞാൻ പറയാം. എത്ര വലിയ വിഷയം ഞാൻ ഈ പറഞ്ഞതുപോലെ വന്നാലും ഉള്ളിലൊരു ചിന്തയുണ്ട്. എന്ത് വിഷയം വന്നാലും ഞാൻ പ്രാർത്ഥിച്ച് നേടും, ഞാൻ പ്രാർത്ഥിച്ച് തരണം ചെയ്യും, ഞാൻ പ്രാർത്ഥിച്ച് പരിഹാരം കണ്ടെത്തും. എനിക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ടെന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? എന്തുവാ നിന്റെ വിശ്വാസം എന്നറിയാമോ? നീ മുട്ടുമടക്കിയാൽ സ്വർഗം ചലിക്കും. ദൈവവൈതലേ, ഈ ഉറപ്പ് എത്ര പേർക്കുണ്ട്? ഞാൻ മുട്ടുമടക്കിയാൽ സ്വർഗം ചലിക്കും. നിന്റെ വിശ്വാസം കണക്കിട്ടിരിക്കുന്നത് ഭൂമിയിലല്ല, സ്വർഗത്തിലാണെങ്കിൽ നീ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഒരു പ്രശ്നം വരുമ്പോൾ മുട്ടുമടക്കിയാൽ സ്വർഗം ചലിച്ചിരിക്കും. ആമേൻ. അപ്പൊ വിശ്വാസം എങ്ങനെയുണ്ടെന്നുള്ളത്, എത്രയുണ്ടെന്നുള്ളതിൻ്റെ തിരിച്ചറിയാനുള്ള മെത്തേഡ്. പ്രൈസ് ഗോഡ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. പ്രൈസ് ഗോഡ്. തീർന്നില്ല. ഞാൻ അടുത്ത വാക്യം കൂടെ ശ്രദ്ധിച്ച്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. കർത്താവായ യേശു മുഖാന്തരം നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്.
ഞാൻ കൃപയിലാണെന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? ഇപ്പോൾ ഞാൻ കൃപയ്ക്കകത്താണെന്ന് എത്ര പറയാൻ സാധിക്കും? അങ്ങനെയാണെങ്കിൽ ഈ കൃപയിലേക്ക്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് യേശു മുഖാന്തരം എനിക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ നിൽക്കുന്ന, ഇനി അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിൽക്കുന്ന കൃപയിലാണെന്ന് എങ്ങനെ പറയും? എനിക്ക് തോന്നലാണോ? ഞാൻ ആക്ച്വലി ഞാൻ കൃപയിലാണോ? ഞാൻ കൃപയിലാണെന്ന് ധാരണയുള്ളവര്, വിശ്വാസമുള്ളവര്, ഉറപ്പുള്ളവർക്ക് ഒരു സ്വത്രം പറയാം. എങ്ങനെ തിരിച്ചറിയും? തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രൈസ് ഗോഡ്. തിരിച്ചറിയണമെങ്കിൽ ഒരു വരി പാട്ടിൻ്റെ ഒരു വരി പാടുമ്പോൾ അത് മനസ്സിലാകും തോന്നുന്നു. മനസ്സിലാക്കിയ മര്യാദയ്ക്ക് പാടിക്കണം. പ്രൈസ് ഗോഡ്. അർഹിക്കാത്ത നന്മകളെ എനിക്കേകിയോ ദയാനിധി, അർഹിക്കാത്ത മകളും എനിക്കേകിയോ ദയാനിധി, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. അർഹിക്കാത്ത നന്മകളെ, അർഹിക്കാത്ത വല്ലതും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തോടെ പാട്. നീ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തോടെ പാട്. അർഹിക്കാത്ത നന്മകളെ എനിക്കേകിടും ദയാനിധി, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ദൈവം നന്മ ചെയ്തിട്ടുണ്ടോ? ഒരു നന്മയും ചെയ്തിട്ടുണ്ടോ? നീ കൃപയ്ക്കകത്താണ്. നിനക്ക് അർഹിക്കാത്ത നന്മ, നിനക്ക് അർഹിക്കാത്ത നന്മ, നിനക്ക് ഒരിക്കലും അവകാശമായി ചോദിക്കാൻ കഴിയാത്തത് നിനക്ക് അവകാശമായി തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ഈ നിൽക്കുന്ന ഈ കൃപയിലേക്ക് യേശു ക്രിസ്തു മുഖാന്തരം നിനക്ക് പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നാം ഹല്ലേലൂയ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ നിന്നെ സഹായിക്കുവാൻ, നീ അർഹിക്കാത്തോടത്ത് നിനക്ക് നന്മ പകരുവാൻ, നിന്റെ കുടുംബത്തിന് നന്മ പകരുവാൻ, നിന്റെ തലമുറയ്ക്ക് നന്മ പകരുവാൻ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നന്മ പകരുവാൻ, നിന്റെ ബിസിനസ്സിലേക്ക് നന്മ പകരുവാൻ മതിയായവനായ ഒരുവനെ ഞാൻ കണ്ടെത്തി. ഇന്ന് രാത്രി ആ ഒരുവനെ കണ്ടെത്തിയെങ്കിൽ ആ ഒരുവനെ ഞാൻ കണ്ടെത്തി. ഇനി ഒരൊറ്റ കാര്യം പ്രൈസ് ഗോഡ് മനസ്സിലങ്ങ് ഉറപ്പിച്ചോണം. എന്നാന്നറിയാമോ? ഹല്ലേലൂയ, യേശു എനിക്ക് മതി. എൻ്റെ സകല ആവശ്യങ്ങൾക്കും യേശു മതിയായവൻ. പാടി, എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ നടത്തുന്ന
ഒരു യേശു ഉണ്ട്. ആ യേശു എനിക്ക് മതിയായവൻ. ഇനി ഹല്ലേലൂയ ഹല്ലേലൂയ. ബോവസിന്റെ വയലിലേക്ക് പെറുക്കുവാൻ ചെന്ന രൂത്തിനോട് ഇപ്രകാരം പറഞ്ഞു, കേട്ടോ മകളെ, നീ ഇനി പെറുക്കാൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടെ തന്നെ പെറുക്കിക്കൊള്ളാൻ പറഞ്ഞു. ഇവിടെ നിനക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുവാൻ നിനക്ക് അവസരമുണ്ടെന്ന് പറഞ്ഞു. തീർന്നില്ല. ഹല്ലേലൂയ. ബാല്യക്കാരുമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോവസ് പറഞ്ഞു, മകളെ, നീ ഇങ്ങോട്ട് വന്ന് നിന്റെ അപ്പം ഈ ചാറ്റിൽ മുക്കിക്കൊള്ളുക, അവൻ ഇഷ്ടം പോലെ തിന്നോളാൻ പറഞ്ഞു. തീർന്നില്ല. വീട്ടിലേക്ക് പോയപ്പോൾ മടി നിറച്ച് ആളന്ന് തൂക്കി കൊടുത്തിട്ട് പറഞ്ഞു, നീ കൊണ്ടുപോയി കൊടുത്തേര്, നാളെയും വന്ന് പെറുക്കിക്കോ, ഒരുത്തനും നിന്നെ ഉപദ്രവിക്കത്തില്ല, ഒരൊറ്റ മനുഷ്യൻ പോലും ഇവിടെയുള്ള ഒരു ജാലിക്കാര് നിന്നെ തൊടത്തില്ല. ഇന്ന് രാത്രി നിന്നെ തൊടത്തില്ലെന്ന് പറയാൻ അധികാരമുള്ള ബോവസ്, നിന്റെ കുടുംബത്തെ തൊടത്തില്ലെന്ന് പറയാൻ അധികാരമുള്ള ബോവസ്, നിന്റെ തലമുറയെ തൊടത്തില്ലെന്ന് പറയാൻ അധികാരമുള്ള ബോവസ് ഇന്ന് രാത്രി ഹല്ലേലൂയ ഹല്ലേലൂയ. ആ നല്ല ബോവസിന്റെ വയലിലാണ് ഞാൻ എത്തിയിരിക്കുന്നതെന്ന് ഭാഗ്യവശാൽ 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 ഞാൻ വിചാരിക്കുന്നു. രൂത്തിന്റെ പുസ്തകം ന്യായാധിപന്മാർക്ക് ശേഷമുള്ള പുസ്തകമാണ്. പഴയ നിയമത്തിലെ ആദ്യ പുസ്തകങ്ങളിൽ ഒന്നാണ്. ഇത്ര പഴക്കം അതിനുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലായിരുന്നു രൂത്തിന്റെ പുസ്തകമെങ്കിൽ ഹല്ലേലൂയ ഇങ്ങനെ എഴുതുമായിരുന്നു. ഏതിനു പകരം? ഭാഗ്യവശാൽ അവർ ബോവസിന്റെ വയലിൽ അവൾ എത്തി. അതിനു പകരം ഇങ്ങനെ എഴുതുമായിരുന്നു, കൃപയാൽ അവൾ ബോവസിന്റെ വയലിലെത്തി. ഇന്ന് പകൽ രാത്രികാലം കൃപയാൽ 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 നമ്മൾ എത്തിയതല്ലേ, എന്റെ യേശുവിനെ എത്തിച്ചതല്ലേ. ഹല്ലേലൂയ ഹല്ലേലൂയ. തീർന്നില്ല. മകളെ പെറുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞ ആ മുഴുവൻ വയലിനും പ്രൈസ് ഗോഡ് രൂത്ത് അവകാശിയായി. ഇന്ന് നീ പെറുക്കാൻ ചെന്ന സ്ഥലത്ത് നിനക്ക് അവകാശമുണ്ടെന്ന് മനസ്സിലാക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഇന്ന് നിന്നെ പരിഗണിക്കാത്ത സ്ഥാനത്ത്, ഇന്ന് നിന്നെ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത്, ഇന്ന് നിന്നെ ബാല്യക്കാരോടുകൂടി വേലക്കാരോടുകൂടി ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ എണ്ണിയിട്ടിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിനക്ക് നല്ലൊരു അവകാശം തന്ന്, അർഹിക്കാത്ത അവകാശം തന്ന്, നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തവണ്ണം നിന്നെ അനുഗ്രഹിക്കാൻ കഴിവുള്ള ഒരു ബോവസ് ആയിരിക്കുന്ന നല്ല യേശുവിന്റെ വയലിലാണ് ഇന്ന് രാത്രി ഞാൻ ആയിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ കൃപയിലേക്ക് യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് പ്രവേശനം സാധിച്ചിരിക്കുന്നു. എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? ഹൗ മെനി അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പെറുക്കാൻ വന്ന സ്ഥാനത്ത് അവകാശിയാക്കി ഉടമസ്ഥയാക്കി മാറ്റിയ ദൈവകൃപയാണ് നിനക്ക് വേണ്ടി വ്യാപരിക്കാൻ പോകുന്നത്. കേട്ടോ, പെറുക്കാൻ വന്ന സ്ഥാനത്ത് അവകാശിയാക്കി മാറ്റിയ ആമേൻ ആ ദൈവകൃപയാണ് വ്യാപരിക്കാൻ പോകുന്നത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ. ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ നിലവാരം എന്തെന്നറിയണമെങ്കിൽ ലൂക്കോസ് സുവിശേഷം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ 1-ാം അധ്യായത്തിന്റെ 45-ാം വാക്യം ഒന്ന് എടുത്ത് വായിച്ചു നോക്കി. കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്തുവാ? കന്യാമറിയത്തെ കുറിച്ച് എലിസബത്ത് പറയുന്ന വാക്യമാണ്. നിങ്ങൾ വായിച്ചു. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന്, കർത്താവ് എന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഭാഗ്യവശാൽ രൂത്ത് ബോവസിന്റെ വയലിൽ എത്തിയതുപോലെ തന്നെ നിന്നെ ഒരു ഭാഗ്യ അവസ്ഥയിൽ എത്തിക്കുവാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. കർത്താവ് എന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാകും. വിശ്വസിച്ച നീ ഭാഗ്യവാൻ, വിശ്വസിച്ച നീ ഭാഗ്യവതി. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ വാക്കുകളെ വിശ്വസിക്കുന്നതിനെക്കുറിയായി ദൈവ വചനത്തെ മുറുകെ പിടിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് എത്ര പേർക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ വാക്യത്തിന് പ്രസക്തിയുണ്ട്? എന്റെ യേശു എന്നെ കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, എന്റെ യേശുവിനെ കൈപിടിച്ച് നടത്തുമെന്ന് ഈ കടന്നു പോകുന്ന പ്രതിസന്ധിയിലും, ഇപ്പോഴായിരിക്കുന്ന ബുദ്ധിമുട്ടിലും, ഇപ്പോഴായിരിക്കുന്ന നഷ്ടത്തിലും, ഇപ്പോഴായിരിക്കുന്ന കഷ്ടത്തിലും യേശു എന്നെ കൈ പിടിച്ച് നടത്തും. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അങ്ങനെയല്ല, ഒന്നുകൂടെ ചേർന്ന് പാടി ആരാധിക്കാമോ? ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും കൈവിടില്ല,
ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശുദ്ധൻ, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശുദ്ധൻ. മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ്, മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ്, മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ. പടം മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ്, മനോഭാരത്താൽ അലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ്, മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ. ഇന്ന് രാത്രി യേശു നല്ലവനാണെന്ന് നിന്റെ കരച്ചിലിന്റെ മുമ്പിൽ, നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ, നിന്റെ തകർന്ന ഹൃദയത്തിന്റെ മുമ്പിൽ, നിന്റെ വേദനയുടെ മുമ്പിൽ ഇറങ്ങി വന്ന് വിടുവിക്കാൻ. ഹല്ലേലൂയ. എങ്ങനെ വിടുവിക്കാൻ? എനിക്ക് നിനക്കും അർഹതയില്ലെങ്കിലും, ഒരു യോഗ്യതയില്ലെങ്കിലും, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, കൃപയുടെ വ്യാപാരം, കൃപയുടെ വ്യാപാരം ജനത്തിന്റെ മധ്യ വ്യാപരിക്കട്ടെ, ജനത്തിന്റെ മധ്യ വ്യാപരിക്കട്ടെ. അർഹിക്കാത്ത പകരപ്പെടുന്ന ദൈവത്തിന്റെ നന്മയുടെ അനുഗ്രഹങ്ങൾ ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ ചൊരിയണമേ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ സ്തോത്രം. യേശുവിന്റെ അടുക്കല് രക്തസ്രവക്കാരത്തിയ ഒരു സ്ത്രീ വന്നു. 12 വർഷമായിട്ട് അവൾ അനുഭവിക്കുക കഷ്ടം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 12 വർഷമായി തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ, തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ഏറ്റവും പരവശയായി തീർന്നൊരു സ്ത്രീ, രോഗത്തിന് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീരുന്നൊരു സ്ത്രീ. അവൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു കാര്യം പറഞ്ഞു, യേശുവിൻ്റെ തൊങ്ങലെങ്കിലും തൊടാൻ പറ്റിയാൽ ഈ 12 വർഷമായി ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് എനിക്ക് ഇന്ന് വിടുതലുണ്ടാകും. ഇന്ന് രാത്രി കഴിഞ്ഞ എത്ര വർഷമായി നീ അനുഭവിക്കുന്ന വിഷയമാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ യേശുവിൻ്റെ തൊങ്ങലെങ്കിലും തൊടാൻ കഴിഞ്ഞാൽ ഇന്ന് രാത്രി എനിക്കൊരു വിടുതൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറ. ഒടുക്കം അവൾ സൗഖ്യമായി പോയപ്പോ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ശബ്ദത്തിന്റെ മുമ്പിൽ വിശ്വസിക്കാൻ കഴിവുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്ക്. 12 വർഷം പഴക്കമുള്ള ചില വിഷയങ്ങൾ ഇന്ന് പരിഹാരം വരുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. 12 വർഷം പോലും പഴക്കമുള്ള വിഷയങ്ങളായാലും ഇന്ന് ചില വിഷയങ്ങൾക്ക് ഇവിടെ പരിഹാരമുണ്ട്. There is solution. There is solution. There is solution. In the name of Lord Jesus of Nazareth. Udabala hadra jabala darabala hatal kauda. I release the power of Jesus. I release the power of Jesus. I release the power of Jesus. Uda raba ragda thalaba ragda labusha. Uttala varaga thauda. ചങ്ങലകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ വിളകട്ടെ. ഇന്ന് രാത്രി ചില ജനം സ്വതന്ത്രം പ്രാപിക്കട്ടെ. ഓ റബ ശൈഖബല റിബലാബ രഗന ജനമ. ശക്തിയോടെ ആരാധിക്കാം, ശക്തിയോടെ ആരാധിക്കാം. ഇന്ന് രാത്രി ചില തടസ്സങ്ങൾ മാറണം. നിന്റെ ജീവിതത്തിൽ ദൈവം നിന്റെ സന്നിധിയിൽ പിശാച് കൊണ്ടുവന്നിട്ടിരിക്കുന്ന, നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്ന, നന്മയ്ക്കെതിരായി ഇട്ടിരിക്കുന്ന, അനുഗ്രഹത്തിനെതിരായി ഇട്ടിരിക്കുന്ന, വാഴ്ചകൾക്കെതിരായി ഇട്ടിരിക്കുന്ന ഉദാരബ രഗത ജനമ ചില തടസ്സങ്ങൾ ഇന്ന് രാത്രി മാറണം. ഇന്ന് രാത്രി മാറണം. യേശുവിന്റെ നാമത്തിൽ മാറണം.
In the name of Lord Jesus, I remove all the blocks tonight. Oh, Riva Bharada Babasha. ഇന്ന് രാത്രി നിനക്ക് വഴികൾ തുറക്കുന്ന രാത്രിയാകട്ടെ. നാളുകളായി, വർഷങ്ങളായി, ഒരുപക്ഷെ 12 വർഷമായി കാണാം, പക്ഷെ ഇന്ന് തുറക്കണം. Tonight, believe. The blocks are going to be removed. The blocks are being removed. യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവേ, ഇന്ന് രാത്രി തടസ്സങ്ങൾ മാറണമേ. ഞങ്ങളുടെ അനുഗ്രഹത്തിന്റെ തടസ്സങ്ങൾ, ഞങ്ങളുടെ വിടുതലിന്റെ തടസ്സങ്ങൾ, ഞങ്ങളുടെ ഉയർച്ചയുടെ തടസ്സങ്ങൾ, ഞങ്ങളുടെ നന്മയുടെ തടസ്സങ്ങൾ, ഞങ്ങളുടെ ഹല്ലേലൂയ സന്തോഷത്തിനുള്ള തടസ്സങ്ങൾ, ഞങ്ങളുടെ സമാധാനത്തിനുള്ള തടസ്സങ്ങൾ, ഞങ്ങളുടെ വരുമാനത്തിനുള്ള തടസ്സങ്ങൾ, ഏത് വിഷയത്തിലുള്ള തടസ്സമായാലും ഇന്ന് രാത്രി മാറട്ടെ. ഉരുണ്ട് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, in the name of Jesus, I take full authority tonight in the name of Lord Jesus. ശക്തിയോടെ ആരാധിക്കുക. ഇതാ ചില തടസ്സങ്ങൾ മാറുകയാണ്. ഇപ്പോൾ ചില തടസ്സങ്ങൾ ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില ചങ്ങലകൾ ഇവിടെ പൊട്ടി വീണുകൊണ്ടിരിക്കുകയാണ്. നിന്റെ സ്വാതന്ത്ര്യത്തെ ഏറ്റെടുത്ത് ആരാധിക്കുക. അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. ചില ബന്ധങ്ങൾ അഴിയട്ടെ. തലമുറകളുടെ മേൽ ശത്രു വിത്തിരിക്കുന്ന ബന്ധനങ്ങളും പോരുകളും പോരാട്ടങ്ങളും ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ഓ ജീസസ്. ഓ ജീസസ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, സ്പഷ്ടമായി കാണത്തക്കവണ്ണം വിടുതലുകൾ നടക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. യേശു അവളോട് പറഞ്ഞു, മകളെ, പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാം. സ്വസ്ഥത കെടുത്തുന്ന ചില ബാധകൾ ഇന്ന് പോയേ പറ്റൂ, ഒഴിഞ്ഞേ പറ്റൂ. നിന്റെ സ്വസ്ഥത കെടുത്തുന്ന വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടായേ പറ്റൂ. മകളെ, സ്വസ്ഥയായി മടങ്ങി പോകത്തക്കവണ്ണം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് സമാധാനമുണ്ട്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ശക്തി എന്താണെന്ന് ആമേൻ പ്രാർത്ഥിക്കുന്നവർക്കും ദൈവത്തിലെ ആശ്രയിക്കുന്നവർക്കുമേ അറിയാവൂ. പ്രൈസ് ഗോഡ്. അറിഞ്ഞുകൂടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ദൈവത്തിൽ നിന്ന് ആശ്രയിക്കാനൊന്ന് ശ്രമിച്ചു നോക്ക്. ഹല്ലേലൂയ. 12 വർഷമല്ല, വേറെ കാണുന്നു 18 വർഷമായത്. മാറും ദൈവമക്കളെ. വേറൊരു ദിവസം കാണുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഏതാണ്ട് 40 വർഷമായത്. ഇന്ന് പരിഹരിക്കാൻ കഴിവുള്ള ഒരു കർത്താവിൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്. പള്ളിപ്രമാണിയുടെ മകൾ മരിച്ചു പോയപ്പോൾ യേശു ഇപ്രകാരം പറഞ്ഞു, ഭയപ്പെടേണ്ട. വീട്ടിൽ നിന്ന് വാർത്ത വന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഭയപ്പെടേണ്ട. വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് പറഞ്ഞു, ബാല മരിച്ചുപോയി.
അപ്പോൾ യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട. പ്രൈസ് ഗോഡ്. ബാല മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. അപ്പോൾ യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഓൺലി ബിലീവ്, ഓൺലി ബിലീവ്. ഫിയർ നോട്ട്, ഓൺലി ബിലീവ്. ഫിയർ നോട്ട്, ഓൺലി ബിലീവ്. നീ പറഞ്ഞത് വിശ്വസിക്കല്ലേ, കണ്ടത് വിശ്വസിക്കല്ലേ, കേട്ടത് വിശ്വസിക്കല്ലേ. യായിറോസേ, നിന്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് പറഞ്ഞത് നീ വിശ്വസിക്കല്ലേ, പേടിക്കല്ലേ. ഇത് കേട്ട് പേടിക്കല്ലേ. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്ക, അതും ഇതും കണ്ട് ഞാൻ പേടിക്കത്തില്ല. ഞങ്ങളുടെ നാട്ടില് ഒരു പഴഞ്ചൊല്ലുണ്ട്, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തുവാ? എന്നെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കരുതെന്ന്. പിശാച് നിന്നെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കും. നിന്റെ വീട്ടുകാർ വന്ന് നിന്നെ പേടിപ്പിക്കും, നാട്ടുകാർ പേടിപ്പിക്കും, കൂട്ടുകാർ പേടിപ്പിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതൊന്നും കേട്ട് പേടിക്കരുത്, ഭയപ്പെടരുത്. പക്ഷെ ഒരു കാര്യം ചെയ്യണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ കൂടെ വരുന്നവൻ ആരാണ്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞവൻ. ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത് ആൻഡ് ഐ ആം ദ റിസറക്ഷൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദ പവർ ഓഫ് റിസറക്ഷൻ, ലെറ്റ് ദ പവർ ഓഫ് റിസറക്ഷൻ മാനിഫെസ്റ്റ് ടുനൈറ്റ്. നിന്റെ വിഷയം എത്ര 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 പഴക്കമുള്ളതായാലും അതിന്മേൽ വ്യാപരിക്കാൻ പവർ ഓഫ് റിസറക്ഷൻ. പ്രൈസ് ഗോഡ്, ആമേൻ. യേശു നടന്നു പോകുമ്പോൾ വിടുതൽ ആഗ്രഹമുള്ളവന് കേൾക്കുന്ന ഒരു 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 ശബ്ദമുണ്ട്. I am the resurrection, 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 I am the resurrection. ഇന്ന് രാത്രി എത്ര പേർക്ക് യേശു നിന്റെ സമീപം കൂടെ കടന്നു പോകുമ്പോൾ I am the resurrection, ഞാൻ തന്നെ പുനരുത്ഥാനമാകുന്നു, I am the life, I am the resurrection, ഞാൻ ജീവനാകുന്നു, ഞാൻ പുനരുത്ഥാനമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ വഴിയാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. യേശുവിന്റെ 7 ക്ലെയിമുകൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കിടക്കുന്നത് ഇന്ന് രാത്രി എത്ര പേർക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്? നിന്റെ മുമ്പിൽ വഴി അടഞ്ഞിട്ടുണ്ടോ? ഞാൻ വഴിയാകുന്നു, യേശു വഴിയാകുന്നു. നിന്റെ മുമ്പിൽ വാതിൽ അടഞ്ഞിട്ടുണ്ടോ? യേശു വാതിലാകുന്നു. ഉടബല ഹത്തുല ജബര, നിന്റെ മുമ്പിൽ ജീവൻ നഷ്ടപ്പെട്ടു പോ, യേശു ജീവനാകുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിന്ന് മരിച്ചു നാറ്റം വെച്ചോ, അവൻ ഇനി തൊടാൻ കഴിയാതവണ്, ഇനി നടക്കാൻ കഴിയാതവണ്, സംഭവങ്ങൾ മരവിച്ചു പോയോ, അത് ജീർണിച്ചു പോയോ? ഇന്ന് രാത്രി യേശുവിന് പറയാനുള്ളത് I am the resurrection. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എഴുതി തള്ളിയ ചില വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി മാറ്റം വരട്ടെ, മറുപടികൾ വരട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ജയത്തിന്റെ 50% കൂടുതൽ നമ്മുടെ കയ്യിലാണ്. ബൈ ഫെയ്ത്ത്, ബൈ ഫെയ്ത്ത്. അപ്പൊ ഈ വിശ്വാസം വ്യാപരിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഈ വിശ്വാസം ഉണ്ടാകാൻ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ശ്രദ്ധിച്ചാൽ മതി. റോമർ 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും, വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ വിശ്വാസം വരണം. ഇന്ന് രാത്രി ദൈവവചനം കേട്ടിട്ട് എനിക്ക് ഏതാണ്ടൊക്കെ ശരിയാവുമെന്ന് തോന്നുന്നുണ്ട്, അവൻ അല്പമെങ്കിലും അവൻ ഇതൊക്കെ ശരിയാകാൻ സാധ്യതയൊന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കരമുയർത്തി ഒരു സ്തോത്രം ചെയ്യാമോ? എത്ര പേർക്ക് കരമുയർത്താൻ കഴിഞ്ഞു? അവരുടെ ജീവിതത്തിലേക്ക് ഈ വിശ്വാസമാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. എൻ്റെ വാക്കുകളല്ല, ദൈവത്തിലുള്ള നിന്റെ വിശ്വാസം, നിന്റെ വിശ്വാസം, നിനക്ക് മതിയായ വിശ്വാസം, നിന്നെ നടത്താൻ മതിയായ വിശ്വാസം, നിന്നെ ഉയർത്താൻ മതിയായ വിശ്വാസം, നിന്നെ സ്വതന്ത്രമാക്കാൻ മതിയായ വിശ്വാസം, നിന്നെ സൗഖ്യമാക്കാൻ മതിയായ വിശ്വാസം, ആ വിശ്വാസമാണ് ഇന്ന് രാത്രി ഏറ്റെടുക്കേണ്ടത്. ഫിയർ നോട്ട്, ഓൺലി ബിലീവ്. ഗുണമുണ്ടായോ? ഗുണമുണ്ടായോ? തലീത്ത കൂമി എന്ന് യേശു പറഞ്ഞപ്പോൾ എന്തോ കർത്താവേ എന്ന് ചോദിച്ച് എഴുന്നേറ്റു. ഇന്ന് യേശുവിന്റെ ശബ്ദം നിന്റെ വിഷയത്തിനകത്ത് മുഴങ്ങട്ടെ, നിന്റെ വീട്ടിനകത്ത് മുഴങ്ങട്ടെ, നിന്റെ കിടക്കറയിൽ മുഴങ്ങട്ടെ, നിന്റെ ഉറക്കറയിൽ മുഴങ്ങട്ടെ, നിന്റെ അടുക്കളയിൽ മുഴങ്ങട്ടെ, നിന്റെ ഓഫീസിൽ മുഴങ്ങട്ടെ, നിന്റെ ബിസിനസ് സ്ഥലത്ത് മുഴങ്ങട്ടെ. യേശുവിന്റെ ശബ്ദം മുഴങ്ങട്ടെ. പ്രൈസ് ഗോഡ്. ഈ അടുത്തിടെ കുറച്ച് നാളെ ഒരാൾ എന്നോട് പറഞ്ഞു, വലിയ ബിസിനസ്സാണ്, പക്ഷെ ജോലിക്കാർ ഒറ്റണം നിൽക്കുകയാണ്, നിന്നാൽ തന്നെ തമ്മിൽ അടിയും വഴക്കുക. പ്രൈസ് ഗോഡ്. ജോലിക്കാർ നിൽക്കുക, നിന്നാൽ തന്നെ തമ്മിൽ അടിയും വഴക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഇന്ന് തൊട്ട് മാറ്റം വരുമെന്ന് വിശ്വസിക്കാമെന്ന് പറഞ്ഞു.
അന്ന് തൊട്ട് മാറ്റം തുടങ്ങി. അടിയും പോയി വഴക്കും പോയി സംഗതി ശരിയായി. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ഇന്ന് തൊട്ട് മാറ്റം എൻ്റെ വീട്ടിലുണ്ടാകുമെന്ന്, എൻ്റെ വിഷയത്തിലുണ്ടാകുമെന്ന് എത്ര പേർക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? അവർ മാത്രം ഒരു സ്തോത്രം പറഞ്ഞാട്ട്. നിങ്ങൾ കാണും, നിങ്ങൾ കാണും, നിങ്ങൾ കാണും. നിങ്ങളുടെ കുടുംബത്തിൽ കാണും, വീട്ടിൽ കാണും, വ്യക്തിയിൽ കാണും, കുടുംബത്തിൽ കാണും, കൂട്ടാളിയിൽ കാണും, കുഞ്ഞുങ്ങളിൽ കാണും, ജോലിക്കാരിൽ കാണും, സകലരിലും കാണും. ഹല്ലേലൂയ. കാരണം രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ സന്നിധിയിൽ, രാജാക്കന്മാരുടെ ഹൃദയം എൻ്റെ ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു. അവൻ ഇഷ്ടമുള്ളിടത്തേക്ക് അവൻ അതിനെ തിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവ് ചില നീർത്തോടുകൾ പോലെ ചില ഹൃദയങ്ങളെ തിരിക്കണമേ. പ്രൈസ് ഗോഡ്. ഈ ദൈവം വിചാരിച്ചാലേ ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അമേരിക്കയിൽ നടന്ന കാര്യം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരാൾ എന്നോട് വെച്ചും പറഞ്ഞു, സാറേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാനൊരു വിഷയത്തിൻ്റെ പ്രാർത്ഥിക്കാമെന്ന് ഓർക്കുന്നുണ്ടെന്ന്. ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം എന്ത് പറഞ്ഞു, ഞാനിവിടെ വന്നിട്ട് ടോഫൽ പരീക്ഷ, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസി, ആ പരീക്ഷ 5 പ്രാവശ്യം എഴുതി. കിട്ടാതെ ഈ പ്രാവശ്യം കൂടെ കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ തന്നു, കർത്താവേ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നിനക്ക് രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ ആമേൻ തിരിച്ചുവിടാൻ കഴിവുള്ള ദൈവമാണ് ഈ വിഷയത്തിൽ. പ്രൈസ് ഗോഡ്. കാരണം എന്നറിയാമോ, ഇദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസും ഇല്ല ഇനി എഴുതിയാലും കിട്ടുമെന്ന്. ഒരു കോൺഫിഡൻസും ഇല്ല. 5 പ്രാവശ്യം തോറ്റവന് 6ാമത് അപ്പിയർ ചെയ്യാനായിട്ട് ഒരു കോൺഫിഡൻസും ഇല്ല. പക്ഷേ ദൈവവചനത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ 6 കഷ്ടങ്ങളിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7ാമത്തേതിലോ തിന്മ നിന്നെ തൊടുകയില്ല. എത്ര പേർക്ക് ആ വാക്യം അറിയാം? ഇന്ന് രാത്രി 6 കഷ്ടങ്ങളിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും, 7ാമത്തേതിൽ തിന്മ നിന്നെ തൊടത്തില്ല. യേശുവിനെ എന്നാൽ ഞാൻ ഗ്യാരണ്ടി ചെയ്ത് പറയാം, 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7ാമത്തേതിലോ തിന്മ നിന്നെ തൊടുകയില്ല. ഇന്ന് രാത്രി വിശ്വാസം വർദ്ധിക്കട്ടെ, തിന്മ തൊടുകയില്ല. പ്രൈസ് ഗോഡ്. ഇദ്ദേഹത്തോട് ഞാൻ ഇതൊക്കെ പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹം പ്രൈസ് ഗോഡ് ഈ പ്രാവശ്യം ചെന്നപ്പോൾ പറയുകയാണ്, ആ പ്രാർത്ഥിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദൈവത്തിന് സ്തോത്രം അധികാരികളിൽ നിന്നൊരു ലെറ്റർ കിട്ടി. നീ ഇനി പരീക്ഷ എഴുതണ്ട, നിനക്ക് പ്രൈസ് ഇതിൻ്റെ ക്വാളിഫയിങ് എക്സാം എഴുതാതെ തന്നെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ, ഇനി എഴുതേണ്ട കാര്യമില്ല, യു ആർ എക്സംപ്റ്റഡ്. ഇനി ഇപ്പോഴും അറിയത്തില്ല എങ്ങനെ അവന് എക്സംപ്ഷൻ കിട്ടിയെന്നുള്ളത്. ഇന്ന് രാത്രി നിന്നെ മാത്രം മാറ്റി നിർത്തിയിട്ട് നിന്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ. ഹല്ലേലൂയ. 10 മക്കളുണ്ടെങ്കിലും 12 മക്കളുണ്ടെങ്കിലും 7 മക്കളുണ്ടെങ്കിലും 6 മക്കളുണ്ടെങ്കിലും ഹല്ലേലൂയ 10,000 പേരുണ്ടെങ്കിലും അതിന്റെ മധ്യേ നിന്ന് നിന്നെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യാൻ കഴിവുള്ള ദാവീദിന്റെ ദൈവം ജീവിക്കുന്നെന്ന്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഹല്ലേലൂയ, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, സഹോദരന്മാരെന്നെ ഉപേക്ഷിച്ചു, ആരും എന്നെ കണക്കാക്കാനില്ലാതിരിക്കുമ്പോൾ എന്നെ മാറ്റി നിർത്തി, എന്നെ വിളിച്ചു വരുത്തി, എന്നെ മാറ്റി നിർത്തി എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് രാജത്വത്തിന്റെ മുദ്ര എന്റെ കയ്യിൽ തന്ന ഈ വലിയവനായ ദൈവത്തെ ഞാൻ ഇനിയും സ്തുതിച്ചാരാധിക്കുക. എണ്ണ കൊണ്ട് തന്നെ തലയെ അഭിഷേകം ചെയ്യുന്ന ദൈവമാണ്. ഉടമല ഹദ്ല ജബല ദരകര ഹത്തൽ കൗടെ. യേശുവിന്റെ നാമത്തിൽ ജീസസ്. ആമേൻ. ഇനി ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറയാം. ഇതിനേക്കാൾ ഇരട്ടി കൈയടിക്കാനുള്ളൊരു വിഷയമാണ് ഇട്ട് തരാൻ പോകുന്നത്. എന്താണെന്നറിയാമോ? എനിക്ക് എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് കൂരാക്കുരുത്തി ഇരുട്ടത്ത് കൊണ്ട് ഇരുത്തിയല്ല, ഒരു ആരും കാണാത്ത ഒരു മൂലയ്ക്ക് കൊണ്ട് നിർത്തിയല്ല. പ്രൈസ് ഗോഡ്. കൊടുങ്കാട്ടിൽ കൊണ്ട് ഇരുത്തിയല്ല. പ്രൈസ് ഗോഡ്. കാട്ടിൽ നിന്റെ എതിരെ വന്നത് സിംഹമായിരുന്നു, കൊടുങ്കാട്ടിൽ നിന്റെ നേരെ വന്നത് കരടിയായിരുന്നു, ഏലാ താഴ്വരയിൽ നിന്റെ നേരെ വന്നത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ഗോലിയാത്തായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി പ്രൈസ് ഗോഡ് പരസ്യമായി എവിടെ വച്ച് എൻ്റെ ശത്രുക്കൾ കാണുക എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് എനിക്ക് മേശയൊരുക്കുന്ന, എനിക്ക് വിരുന്നൊരുക്കുന്ന മരുഭൂമിയിൽ നിനക്ക് മേശയൊരുക്കുന്ന മൈ ഗോഡ് സെറ്റ് അറ്റ് ദ ടേബിൾ ഇൻ ദ വിൽഡർനെസ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മരുഭൂമിയിൽ മേശയൊരുക്കുന്ന യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. എവിടെ സാധ്യത അസ്തമിച്ചുവോ, എവിടെയെല്ലാം സാധ്യതകൾ അസ്തമിച്ചുവോ, അവിടെ തന്നെ the very same place in the
വിരുന്നൊരുക്കുന്ന ദൈവം ശത്രുക്കൾ കാണുക മരുഭൂമിയിൽ വിരുന്നൊരുക്കുന്ന ദൈവം ഉടബല ഹതുലക ജലബല ഹത്തര കൗടക ശബ്ദർ കൗട ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചിലത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ചില യാത്രകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ചില അപ്പോയിന്റ്മെന്റ് ഓർഡറുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ചില സൗഖ്യത്തിന്റെ റിപ്പോർട്ടുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ചില ആധാരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ചില രജിസ്ട്രേഷനുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എന്റെ ദൈവമേ, യൂദ അരകട ജലമ അരകട അരിയട്ടെ ബന്ധങ്ങൾ അരിയട്ടെ, യേശുവിന്റെ നാമത്തിൽ അരിയട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ശത്രുക്കൾ കാണുകെ നിനക്ക് വേണ്ടി ചിലത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസ കണ്ണുകൊണ്ട് എത്ര പേർക്ക് കാണാൻ സാധിക്കും? ഹല്ലേലൂയ. എത്ര പേർക്ക് കാണാൻ സാധിക്കും? കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ഒന്നിച്ചു ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാറ്റുവട്ടിൽ. വിശ്വാസത്താ എൻ മുന്നിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുന്നിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുന്നിലെന്നവോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. 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 ആയാലും നാശം ഭാവിച്ചാലും 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറയ്ക്ക് മുന്നിൽ കർത്താവ് വരും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, പ്രവൃത്തികൾ അഴിഞ്ഞിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, തന്റെ 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 പ്രവൃത്തികൾ അഴിഞ്ഞിടും. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, തന്റെ പ്രവൃത്തികൾ അഴിഞ്ഞിടും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മഹത്വം കാണും, തന്റെ പ്രവൃത്തികൾ അഴിഞ്ഞിടും. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുന്നിലെന്നവോൽ
തകർത്തിടാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടി വരുവാൻ കർത്തനുണ്ട്. 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 അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടി വരുവാൻ കർത്തൻ. വിശ്വസിച്ചുകൊണ്ട് നിന്റെ കൂടെ വരുവാൻ, കഷ്ടത്തിൽ കൂടെ വരുവാൻ, വേദനയിൽ കൂടെ വരുവാൻ, നഷ്ടത്തിൽ കൂടെ വരുവാൻ, വെള്ളത്തിൽ കൂടെ വരുവാൻ, അഗ്നിയിൽ കൂടെ വരുവാൻ കർത്തനുണ്ട്, യേശുവുണ്ട്. ഓ ശബ്ദന ഭൗടകരാധന ജനബല ദുരബല പരബല ദുരബല മാനക ശബ്ദന ബലബാല ഉടകരകരാധന ബാലാധന ജനബല ബല കാണുന്നു ഞാൻ വിശ്വാസത്താൽ ചെങ്കടലിന്റെ മുമ്പില് രണ്ടാകുന്നു. ഇന്ന് വരെ നടക്കാത്തൊരു കാര്യം എന്റെ മുമ്പിൽ നടക്കുമെന്ന് വിശ്വാസ കണ്ണുകൊണ്ട് കാണാൻ എത്ര പേർക്ക് സാധിക്കും? മോശയും ഇസ്രായേൽ മക്കളും അന്ന് വരെ കണ്ടിട്ടില്ല ചെങ്കടൽ രണ്ടാകുന്നത്. ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കടൽ രണ്ടായി പിരിയുമെന്നുള്ളത് ചരിത്രത്തിൽ അന്ന് വരെ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. കടലിനകത്തൊരു വഴി കിടപ്പുണ്ട്, അത് തെളിയുമെന്നുള്ളത്. ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന ചെങ്കടലിനകത്ത്, കടൽ പോലുള്ള വിഷയത്തിനകത്ത്, തിരമാല വരുന്ന വിഷയത്തിനകത്ത് ഒരു മഹാപാത, ഒരു രാജപാത, ഒരു ഹൈവേ ഒളിഞ്ഞു കിടപ്പുണ്ട്. വിശ്വാസം കണ്ടുകൊണ്ട് ഇന്ന് രാത്രി കാണുവാൻ സാധിക്കുന്നുവോ? ഹല്ലേലൂയ. മോശയ്ക്ക് അറിയത്തില്ലായിരുന്നു, അഹരോൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ അന്ന് രാത്രി മുഴുവൻ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ 16-ാം വാക്യം 18-ാം വാക്യം നോക്കി. അന്ന് രാത്രി മുഴുവൻ പറഞ്ഞു വായിക്കും. 20. യഹോവ 21. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. എത്ര സമയമെടുത്തു? അന്ന് രാത്രി ഏറിയാൽ 6 മണിക്ക് രാത്രിയാന്ന് വിചാരിക്കുക. പിറ്റേന്ന് 6 മണിക്ക് സൂര്യൻ ഉദിച്ചെന്നും വിചാരിക്കുക. അന്ന് രാത്രി മുഴുവൻ 12 മണിക്കൂർ കൊണ്ട് ദൈവം അടിപ്പിച്ച കാറ്റ്, അന്ന് വരെ കാണാത്തൊരത്ഭുതം പിറ്റേന്ന് കാണാനിടയാക്കിയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കടലിന്റെ മുമ്പിൽ, നിന്നെ തടയുന്ന കടലിന്റെ മുമ്പിൽ, നിന്റെ മുമ്പിൽ തടസ്സമാക്കുന്ന ചെങ്കടലിന്റെ മുമ്പിൽ, നിന്റെ മുമ്പിൽ ആർത്തലയ്ക്കുന്ന തിരമാലയുമായി നിൽക്കുന്ന കടലിലേക്ക് ഒരു മഹാശക്തിയുള്ള കാറ്റ് ഇന്ന് രാത്രി അടുപ്പിക്കുമെന്ന് വിശ്വസിക്കാൻ കാണുന്നു ഞാൻ വിശ്വാസത്താൽ. എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കാൻ സാധിക്കുന്നവരെ ഏറ്റെടുക്ക. എന്റെ മുമ്പിൽ ഈ പ്രശ്നത്തിന് ഇനി 12 മണിക്കൂറേ ആയുസുള്ളൂ.
12 ഇല്ല, മണി 8:30 5 മിനിറ്റ്, 8:30 5 മിനിറ്റ് ഉണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ 2.5 മണിക്കൂർ കഴിഞ്ഞു. 6 മണിയാകാൻ 12:30 ശേഷം 12 മണിക്കൂറിൽ 2.5 മണിക്കൂറും തീർന്നു. ഇനി 9.5 മണിക്കൂറേ ഉള്ളൂ. വിശ്വസിക്കാൻ സാധിക്കുമോ? എൻ്റെ വിഷയത്തിന് ഇനി ആയുസ് 9.5 മണിക്കൂർ, വെറും 9.5 മണിക്കൂർ. എൻ്റെ വിഷയത്തിൻ്റെ എതിരെ, എനിക്കെതിരായി നിന്ന തിരമാല ഉതുന്ന വിഷയത്തിന് നേരെ കർത്താവ് കാറ്റടിപ്പിക്കാൻ പോകുകയാണ്. ചെറിയ കാറ്റൊന്നുമല്ല, മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റ്, മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റ് ഇന്ന് രാത്രി എൻ്റെ വിഷയത്തിന് നേരെ അടിക്കാൻ പോകുകയാണ്. വിശ്വാസത്തോടെ ആരാധിക്ക്. The name of Lord Jesus. Hallelujah, 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 hallelujah. സ്വർഗ്ഗത്തിലെ ദൈവമേ, ഇന്ന് രാത്രി ഒരു വലിയ കാറ്റടിപ്പിച്ച്, മഹാശക്തിയുള്ള കാറ്റടിപ്പിച്ച് ഈ ചെങ്കടൽ പുറകോട്ട് പോ. The name of Jesus. പുറകോട്ട് പോകട്ടെ, ചെങ്കടൽ പുറകോട്ട് പോകട്ടെ. നിന്റെ ജനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന പാവപ്പെട്ട നിന്റെ ജനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സഹോദരി, നിന്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദര, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മാതാവേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പിതാവേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദര, പിതാവേ, മാതാവേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ചെങ്കടലിന്റെ നേരെ ഇന്ന് രാത്രി എന്റെ ദൈവത്തിന് ഒരു കാറ്റടിപ്പിക്കാൻ കഴിയട്ടെ. ഹല്ലേലൂയ. ലൂക്കോസ് വിശേഷം 7-ാം അധ്യായം 11-ാം വാക്യം. ലൂക്കോസ് 7-ാം അധ്യായം 11-ാം വാക്യം മുതൽ. പിറ്റന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. ആമേൻ. നയീൻ എന്ന വാക്കിന്റെ അർത്ഥം the city of pleasure, the city of happiness, the city of rejoicing. സന്തോഷത്തിന്റെ പട്ടണം, അതാണ് പേര്. ആ പട്ടണത്തിലേക്ക് പോകുമ്പോൾ വായിച്ചോ. അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അപ്പം ഈ നയ്യൻ എന്ന പട്ടണത്തിലേക്ക് യേശു കയറി ചെല്ലുമ്പോൾ യേശുവിൻ്റെ കൂടെ ഒരു പുരുഷാരമുണ്ട്. യേശു അങ്ങോട്ട് പുരുഷാരമായി ചെല്ലുമ്പോൾ വേറൊരു പുരുഷാരം ഇങ്ങോട്ട്. പ്രൈസ് ഗോഡ്. ഒരു പുരുഷാരം സന്തോഷത്തോടെ പോകുന്നു, കാരണം യേശുവാണ് ലീഡർ. മറ്റേ പുരുഷാരം കരഞ്ഞുകൊണ്ട് വരുന്നു, കാരണം ഡെഡ് ബോഡിയാണ് ലീഡർ. ചത്ത് കിടക്കുന്നവൻ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജാഥ ഇവിടുന്ന്. പ്രൈസ് ഗോഡ്. യേശു ജീവനുള്ളവനെ, പ്രൈസ് ജീവൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ള ജീവന്റെ ഉറവയായവന്റെ നേതൃത്വത്തിൽ ഒരു ജാഥ അങ്ങോട്ട്. നിന്റെ ജാഥ എങ്ങോട്ടാ? ഇന്ന് രാത്രി നിന്നെ വേദനിപ്പിക്കുന്ന വിഷയവുമായി, നിന്നെ കരയിപ്പിക്കുന്ന വിഷയവുമായി പ്രൈസ് ഗോഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്കെതിരായി ഒരുവൻ വന്നുകൊണ്ടിരിക്കുന്നു. ജീവന്റെ ഉറവയായവൻ നിനക്കെതിരായി വന്നുകൊണ്ടിരിക്കുന്നു. വിശ്വാസ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വച്ച് ഈ ശവമടക്ക് നടക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ കുഴിച്ചു മൂടാൻ പോയ ചില വിഷയങ്ങൾ, നശിപ്പിച്ചിട്ട ചില വിഷയങ്ങൾ, തകർത്തിട്ട ചില വിഷയങ്ങൾ ഇനി ഒരിക്കലും പൊങ്ങി വരത്തില്ലെന്ന് പറഞ്ഞ് ശത്രു ഇടിച്ചു താത്തിയ വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ മുളച്ച് വെളിയിൽ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ചില വിഷയങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആമേൻ he is going to sprout tonight. മുളയ്ക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ പൈതലേ, നീ എഴുതി തള്ളിയ ചില വിഷയങ്ങൾ, ആമേൻ കുഴിച്ചു മൂടിയ ചില വിഷയങ്ങൾ ഇനി പൊങ്ങി വരത്തില്ലെന്ന് പറഞ്ഞ് ശത്രു ഇടിച്ച് താത്തിയ ചില വിഷയങ്ങൾ മുളച്ചു വരുന്ന ദിവസങ്ങൾ മുന്നിലുണ്ടെന്ന് വിശ്വസിച്ച് ആരാധിക്കുക. ആമേൻ. നയീൻ എന്ന പട്ടണത്തിന്റെ 200 വാര, അതിൻ്റെ ഗേറ്റിൻ്റെ 200 വാര 600 അടി അകലെയാണ് ആ പട്ടണത്തിലെ ശ്മശാനം ഇന്നുമുണ്ട്. ആ ശ്മശാനത്തിൽ ഒരു കുഴി വെട്ടിയിട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ വിധവയുടെ ഏക മകനെ കൊണ്ട് കുഴിച്ചിടാൻ. പ്രൈസ് ഗോഡ്. കുഴിച്ചിട്ടേനെ. ആര് വന്നില്ലെങ്കിൽ? യേശു വന്നില്ലെങ്കിൽ കുഴിച്ചിട്ടേനെ. പക്ഷെ ആര് വന്നു? യേശു വന്നു. വായിച്ചെടുത്തത്. ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി കരയണ്ട, നീ കരഞ്ഞ വിഷയത്തിന്മേൽ കരയണ്ട എന്നൊരു ചെറിയ മൃദുസ്വരം ആരുടെയെങ്കിലും കാതിൽ വീഴുന്നുണ്ടോ? എൻ്റെ കാതിൽ വീഴുന്നുണ്ട്. Oh, the presence of God.
ഇന്ന് രാത്രി യേശുവിൻ്റെ സാന്നിധ്യം മന്ദമായ ശബ്ദത്തിൽ നിന്നോട് അരുളി ചെയ്യുന്നു, മകളെ കരയണ്ട, മകനെ കരയണ്ട. ഇന്ന് രാത്രി ആ ശബ്ദം കേൾക്കുന്നവർ ആ ശബ്ദത്തിന് ചെവി കൊടുത്തുകൊണ്ട് കർത്താവെ അരുളി ചെയ്യണമേ, കർത്താവെ അരുളി ചെയ്യണമേ, പറ പറ പറ. അവന് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്, അവന് നിന്നോട് ചിലത് പറയാനുണ്ട്. നിന്റെ ചെവിയിൽ മുഴങ്ങുന്ന ശബ്ദം, ഹല്ലേലൂയ, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, മകനെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ആ ശബ്ദം മുഴങ്ങുന്നവർക്ക് ഒരു സ്തോത്രം പറയാമോ? വായിച്ചാട്ടെ. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നവൻ പറഞ്ഞു. ഇത്രയും കൊണ്ട് കാര്യം തീരാനേ ഉള്ളൂ. എൻ്റെ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ച തീരാനേ ഉള്ളൂ നിന്റെ പ്രശ്നം. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അത് കൽപ്പിക്കട്ടെ. വായിച്ചാട്ടെ. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. മതി, അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ സന്തോഷത്തോടെ പിരിഞ്ഞു പോകുമ്പോൾ അവിടെ 2 കാര്യം ശേഷിച്ചിട്ടുണ്ട്. ഒന്ന് എന്നറിയാമോ? മൂടാത്തൊരു കുഴി. വീണ്ടും ഒരു കാര്യം കൂടെ ശേഷിച്ചിട്ടുണ്ട്. അവനൊരു കാലി ശവപ്പെട്ടി. ഹല്ലേലൂയ. ആർക്ക് വേണമെങ്കിലും കൊണ്ടേ കത്തിക്കാം, അതിനകത്ത് കുഴിയിൽ വേണമെങ്കിൽ തെങ്ങ് നടാം. എന്നാലും നിന്റെ മകനെ അടക്കാൻ കൊണ്ടുപോയത് നടക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിധവയുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് ആശ്വസിപ്പിച്ച് അവളുടെ വിഷയത്തിന് പരിഹാരം കൊടുത്ത നസ്രയനായ യേശു ഇന്ന് രാത്രി എൻ്റെ വിഷയത്തിനും ഹല്ലേലൂയ നശിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത്, കുഴിച്ച് മൂടുമെന്ന് പറഞ്ഞ സ്ഥാനത്ത്, ഇനി നീ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ വിഷയത്തിന് വിടുതൽ തരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. മരുഭൂമിയിൽ ശത്രുക്കളുടെ മുമ്പാകെ നിനക്ക് മേശ ഒരുക്കി നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യത്തക്കവണ്ണം നിന്റെ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന യേശു ജീവിക്കുന്നു. അവന്റെ സന്നിധിയിലേക്ക് ഇന്ന് രാത്രി സമർപ്പിക്കാം. എത്ര പേരെ സമർപ്പിക്കാൻ താല്പര്യമുള്ളവരുണ്ട്? കരം ഉയർത്തിയാട്ടെ. ഇന്ന് രാത്രി സമർപ്പിക്കുന്നവർ മാത്രമേ നിൽക്കാം. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ, അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമില്ല, സേവിച്ചിടും ഞാൻ. തീരുമാനത്തോടെ പാടാം. സർവവുമായി അടിയനിതാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ, അടിയനിതാ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം, നീ എൻ്റെ സങ്കേതവും നീ
അടിയരിതാ, അടിയ